ഇത്രയും ദൂരെ നിന്നല്ലേ. അപ്പോഴത്തെ ഇങ്ങനെ നീ ബെൽറ്റ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് ഈ രണ്ട് കൈക്ക് 2 ദിവസത്തേക്ക് വേദനയായിരുന്നു. ഈ ബെൽറ്റിലല്ലേ നമ്മുടെ വെയിറ്റ് വന്ന് ഇങ്ങനെ തൂങ്ങി ഇതായിട്ട് കിടന്നു. അപ്പോഴത്തേക്ക് ഈ ബെൽറ്റ് ഇങ്ങനെ അനങ്ങുന്ന പോലെ കാണും. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എൻ്റെ ബെൽറ്റ് ലൂസാണ്, ഞാൻ ഇന്ന് താഴെ പോകുമെന്ന് വിചാരിച്ചു. കണ്ണ് തുറന്ന് ഇടയ്ക്ക് നോക്കി, മൊത്തത്തിൽ കണ്ണടച്ചെന്നല്ല, ഇടയ്ക്ക് തുറന്ന് നോക്കി. തുറന്നപ്പോൾ തൃപ്തി ആയതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ചേച്ചി ഭയങ്കര ധൈര്യശാലിയായിട്ട് എന്നെ വിളിച്ചിട്ട് അവൾ കിടന്ന് അങ്ങോട്ട് അലറാൻ തുടങ്ങി. ഇവരുടെ ആ മറ്റേ കൊച്ചൊരു അമറാൻ തുടങ്ങി. ഇവർ രണ്ടുപേരും എൻ്റെ കൈ കയറി പിടിക്കുക. ഞാൻ പക്ഷെ കരഞ്ഞില്ല, പേടിച്ചിങ്ങനെ. എനിക്കറിയാം അലറിയാലും അത് കഴിയാതെ നിർത്തത്തില്ല. അപ്പം ഞാൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ കരയണ്ട, കണ്ണടച്ചാൽ ഇരുന്നോളാൻ പറഞ്ഞു. പക്ഷെ പേടിച്ച് തന്നാലും ചിരിക്കുന്നതാണ്. കണ്ണ് തുറന്നായിരുന്നല്ലോ അമ്മൂസ എടുത്ത് ആഴ്ച ലൈവിൽ വരില്ല. കണ്ണ് തുറന്ന് ഇടയ്ക്ക് തുറന്ന് മൊത്തത്തിൽ അടച്ചെന്നല്ല. അയ്യോ ചത്ത്. അയ്യോ അമ്മ വിചാരിച്ച ലൈവ് തീർന്നു. അതിൽ സത്യമായിട്ട് അയ്യോ എൻ്റെ പൊന്നമ്മച്ചി. ഇതെന്താ അറിയാം, ഇത് കട്ടിയുള്ള എന്താ ബെൽറ്റ് എന്നല്ല പറഞ്ഞിട്ട്, കട്ടിയുള്ളൊരു സാധനം ഇങ്ങനെ വന്ന് ലോക്കാവുന്നേ. നമ്മൾ ഈ തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ആ സീറ്റ്, ഇരിക്കുന്ന സീറ്റേ നമ്മൾ ഇന്നിക്കുമല്ലേ, ഈ ബെൽറ്റിലോട്ടാണ് വന്ന് വീഴുന്നത്. ഈ ബെൽറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ജോയിൻ്റ് ആയേക്കുന്ന അവിടെ ഇങ്ങനെ ചെറുതായിട്ട് അനങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു പൊട്ടി തകർന്ന് തീർന്നല്ല. എൻ്റെ